നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്ത് നോട്ട് ഉണ്ടാക്കി ഇത് പഠിക്കുക എന്നുള്ളത് പ്രയാസമാണ്, തീരില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസിക് ആയിട്ട് ജൂറിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കിന്റെ അകത്തും എല്ലാം വായിച്ചു വിടാം, അതെല്ലാം മനസ്സിലാക്കി പോവാം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അതും അതിന്റെ റിലേറ്റഡ് പഠിക്കാം. ഓക്കെ, അപ്പൊ സിലബസും കവർ ആവും, എവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് മനസ്സിലാവും. അത് മാത്രം നോട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വരുന്ന സമയം നിങ്ങൾക്ക് ഷെഡ്യൂൾസ് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുകയാണ്, ഒരുപാട് ചോദ്യങ്ങൾ ഷെഡ്യൂളിൽ നിന്ന് വരികയാണെങ്കിൽ അത് മാത്രം ഒരു കോളമാക്കി എഴുതി ഉണ്ടാക്കി പഠിക്കുക. ഇതുപോലെ ഇപ്പൊ ഫാർമക്കോപ്പിയുടെ ഇയറുകൾ നമ്മൾ ക്വസ്റ്റ്യൻസ് MCQ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ MCQ നമ്മൾ എങ്ങനെയാ ചെയ്യുക, ആ പർട്ടിക്കുലർ ഇയേഴ്സ് ഏതൊക്കെയാണ് അത് മാത്രം ഒരു ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. അതാണ് ജൂറിസിന് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എല്ലാം കൂടെ എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളത് ജൂറിസിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ഫാർമസി ആക്ട് 1948. ഞാൻ കഴിഞ്ഞ ഇടയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ക്ലാസ് സ്റ്റാർട്ട് എല്ലാവരും പറ്റുന്ന എല്ലാവരും വീഡിയോ ഓൺ ആക്കുക ആൻഡ് ഓഡിയോ ഓൺ ആക്കുക, എന്നാലേ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ജൂറിസ്റ്റിന്റെ ഏതൊരു ആക്ട് ആയിക്കോട്ടെ എന്ത് പഠിച്ചാലും പഠിക്കുമ്പോൾ ഇയറും കൂടെ ചേർത്ത് വേണം കൂടെ പഠിക്കാനായിട്ട്. ഓക്കെ, സോ എന്ത് പഠിക്കുമ്പോഴും എന്ത് വേണം, ഇയർ കൂടെ ചേർത്ത് വേണം പഠിക്കാനായിട്ട്. സോ ഞാൻ ഫസ്റ്റ് ഫാർമസി ആക്ട് ആണ് പറയാൻ പോകുന്നത്. സോ ഫാർമസി ആക്ടിന്റെ ഇയർ ഏതാണ്? Pharmacy Act 1948. Okay. So it is an act to regulate the profession of pharmacy, whereas it is expedient to make better provisions for the regulation of the profession and practice of pharmacy, and for the purpose to constitute Pharmacy Council, and the act was promulgated in the year 1948. ഇത്രയുമാണ് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, സോ ഞാൻ മാസ്റ്റർ കെയിന്റെ ആ ഗൈഡ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഗൈഡിനകത്തുള്ള കുറച്ച് പോർഷൻസ് ഫാർമസി ആക്ടുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ എന്തിനായിരുന്നു ഫാർമസി ആക്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കണം. നമുക്കറിയാം പൊതുവെ ഇപ്പോ ഫാർമസിസ്റ്റ് ആണ് ഒരു ഫാർമസിയിൽ നിന്ന് മെഡിസിൻ കൊടുക്കുന്നത് നമുക്കറിയാം അല്ലെ. പക്ഷെ കുറച്ചു കാലങ്ങളിൽ 1948 മുൻപ് വരെ ഏതൊരാൾക്കും ഫാർമസിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരാൾക്ക് വേണമെങ്കിലും ഫാർമസി കയറിയുന്ന ഒരു മരുന്ന് കോമ്പൗണ്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് സാധ്യമല്ല, ബിക്കോസ് ഓഫ് ഫാർമസി ആക്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് കുറെ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കുറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻസ് പുറത്തുനിന്ന് ഇന്ത്യയിലേക്കും വരാറുണ്ടായിരുന്നു. അപ്പോ ഇത് കഴിക്കുന്ന പേഷ്യൻസിനായിക്കോട്ടെ അതിന്റെ ക്വാളിറ്റിയിൽ ഉള്ള ബുദ്ധിമുട്ട് അറിയാമെങ്കിലും വേറെ എവിടുന്നും മെഡിസിൻസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ ലെസ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് തന്നെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നു. സോ ഇങ്ങനെ ഗവൺമെന്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പ്രോബ്ലം കണ്ടു തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് കുറച്ച് കമ്മിറ്റികളെ, RN ചോപ്ര കമ്മിറ്റി, കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. ഓക്കെ, ചാറ്റർജി കമ്മിറ്റി, അങ്ങനെ കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കമ്മിറ്റീസിനെ അവര് നിയമിച്ചു. അവര് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ഫ്രം ദിസ് കമ്മിറ്റി അവര് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി, കുറച്ച് ചേഞ്ചസ് വരുത്തി. അങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനിൽ ഇന്ന ആൾക്കാരാണ് മെഡിസിൻ കൊടുക്കേണ്ടതെന്നും ഇത്ര ഡോസിലാണ് ഇന്ന മെഡിസിൻസ് കൊടുക്കേണ്ടതെന്നും ഇന്ന ഡ്രഗുകളാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ വന്നതാണ് ആഫ്റ്റർ ദിസ് കമ്മിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഫാർമസി ആക്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഏത് വർഷമായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1948 ഫാർമസി ആക്ട് ആദ്യമായിട്ട് വന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റെഗുലേറ്റ് ഫാർമസി പ്രൊഫഷൻ. ചിലപ്പോൾ MCQ ആയിട്ട് വരാം, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ടു റെഗുലേറ്റ് ഫാർമസി പ്രൊഫഷൻ. ഫാർമസി പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാർമസി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫാർമസി ആക്ട് 1948 ഇറ്റ് ഈസ് ടു റെഗുലേറ്റ് ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി. അതായത് നമ്മുടെ ഫാർമസി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെ റെഗുലേഷൻ വേണമെന്ന് തീരുമാനിച്ച ആക്ട് ആണ് ഫാർമസി ആക്ട് 1948. ഓക്കെ, സോ അടുത്ത ഒരു ചോദ്യമാണ്, ദ PCI വാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. നമ്മൾ പറഞ്ഞു 1948 ഫാർമസി ആക്ട് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫാർമസി ആക്ട് വന്നതിന് പിറ്റേ വർഷം 1949. ഓക്കെ, ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചോളുക,
1949 PCI വന്നത്, ഫാർമസി ആക്ട് വന്നത് 1948. ആൻഡ് ഓരോ ഫാർമസി കൗൺസിലിന്റെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ 5 years. ഓരോ 5 വർഷവും കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫാർമസി കൗൺസിൽ ഇങ്ങനെ പുതുതായിട്ട് രൂപവത്കരിച്ചുകൊണ്ടിരിക്കും. അത് പുതിയ പുതിയ മെമ്പേഴ്സ് വന്നിട്ട് പുതുതായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇൻ മോഡേൺ പെർസ്പെക്റ്റീവ് എ ഫാർമസിസ്റ്റ് ഈസ് റിഗാർഡഡ് ആസ് എ മെമ്പർ ഓഫ് healthcare team or essential component of health system. Okay, so ഇന്നത്തെ ഡീലിംഗ്സ് അനുസരിച്ച്, ഇന്നത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അനുസരിച്ച് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫാർമസി പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ അവരിൽ ഒരാളായിട്ട്, ആ ടീമിൽ ഒരാളായിട്ടാണ് നമ്മളിപ്പോ ഫാർമസിസ്റ്റിനെ കാണുന്നത്. അതൊക്കെ ഈ ഫാർമസി ആക്ടിന്റെ ഒരു എന്താ പറയാ പ്രത്യേകതകൾ തന്നെയാണ് കേട്ടോ. The primary obligation of pharmacy is to safeguard the public health by making available the right medicaments. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ജോലി എന്താണ്? പേഷ്യൻസിന് കൃത്യമായിട്ട് കറക്റ്റ് മെഡിസിൻസ് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. So medicines are of vital importance and their handling, compounding, dispensing, storage, etc. need to be through very specialized knowledge, skill and training of the personnel called as pharmacists. The desired knowledge, skill and training are provided through the pharmacy courses. ഒന്നുമില്ല, നമ്മളിപ്പോ അണ്ടർഗോ ചെയ്യുന്ന സിസ്റ്റത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഗോപിക വേറെ ആരാ ഇപ്പൊ ജോയിൻ ചെയ്ത? രേണു ആണോ? ആരൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ല, നമ്മൾ പറയുന്നത് ഫാർമസി ആക്ട് ആണ്. 1948 ഫാർമസി ആക്ട് ആദ്യമായിട്ട് വന്നത് കേട്ടോ. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഫാർമസി ആക്ട് വന്നതെന്ന് വെച്ചാൽ ഫാർമസി പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാർമസി ആക്ട് വന്നത്. സോ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ടീമിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാർമസി എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്തിൽ റൈറ്റ് മെഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി കൂടെ നിയമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ഫാർമസിയിൽ പോയി മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ഫാർമസിസ്റ്റ് ആവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാർമസി കോഴ്സ് എടുത്ത് പഠിച്ച് ഫാർമസിസ്റ്റ് ആയ ഒരാൾക്ക് മാത്രമേ ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ കോമ്പൗണ്ട് ചെയ്യാനോ ഡിസ്പെൻസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. സോ ഒന്നുകൂടെ ഞാൻ ആ പാരഗ്രാഫ് വായിക്കാൻ. ഇൻ മോഡേൺ പെർസ്പെക്റ്റീവ് എ ഫാർമസിസ്റ്റ് ഈസ് റിഗാർഡഡ് ആസ് എ മെമ്പർ ഓഫ് ഹെൽത്ത് കെയർ ടീം. ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു മെമ്പർ ആയിട്ടാണ് നമ്മൾ ഫാർമസിസ്റ്റിനെ കാണുന്നത്. ആൻഡ് ആസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഹെൽത്ത് ടീം. ഹെൽത്ത് ടീമിന്റെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഫാർമസിസ്റ്റിനെ കാണുന്നുണ്ട്. ദ പ്രൈമറി ഒബ്ലിഗേഷൻ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് ദ പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിനെ സേഫ് ഗാർഡ് ചെയ്യുക, കൃത്യമായിട്ട് റൈറ്റ് മെഡിക്കേഷൻസ് അവർക്ക് കൊടുക്കുക. അതേപോലെ മെഡിസിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് വെരി ഇമ്പോർട്ടൻസ്, ഒരു വൈറ്റൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് അല്ലെ മെഡിസിൻസ് എന്ന് പറയുന്നത്. അത് ഹാൻഡിൽ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു പർട്ടിക്കുലർ സ്കില്ല്, നോളജും ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള ഫാർമസിസ്റ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അതേപോലെ ഫാർമസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഫാർമസിസ്റ്റ് ആയിട്ട് ഈ ഒരു സ്കില്ലും നോളജും ട്രെയിനിങ്ങും ഒക്കെ അച്ചീവ് ചെയ്യാനും ഇന്ത്യയിൽ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇതുവരെ ഫാർമസി ആക്ടിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. 1948 ഇറങ്ങി ഫാർമസിസ്റ്റിന്റെ എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ഒരു നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് ഫാർമസി ആക്ട് സഹായിച്ചിട്ടുണ്ട് ടു റെഗുലേറ്റ് ഫാർമസി പ്രൊഫഷൻ. ഇതാണ് പ്രധാനമായിട്ടുമുള്ള ജോലി. ഇനി ഒബ്ജക്റ്റീവ്സ് പറയാം. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പൊ 5 പോയിന്റ് ആണെങ്കിൽ 5 പോയിന്റിന്റെ മീനിങ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ചില സമയങ്ങളിൽ ഓപ്ഷൻസിനകത്ത് ചോദിക്കാം. 5 ഓപ്ഷൻസ് നമുക്ക് അറിയാമെങ്കിൽ 4 ഓപ്ഷൻസ് തരും. അതിനകത്ത് ഒരെണ്ണം തെറ്റായിരിക്കും, ബാക്കി 3 ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടെ എല്ലാം ജൂറിസ്റ്റ് അറിയണം. ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് നമുക്ക് മനസ്സിലാക്കി വേണം ജൂറിസ്റ്റ് പഠിക്കാനായിട്ട് കേട്ടോ. സോ ഒബ്ജക്റ്റീവ്സ് നോക്കാം. regulating and raising the status of pharmacy profession in India. ഇന്ത്യയിലുള്ള ഫാർമസി പ്രൊഫഷന്റെ സ്റ്റാറ്റസ് എന്താണോ അത് ഉയർത്തിക്കൊണ്ടുവരിക, ഒന്നാമത്തെ ജോലി. 2, providing uniform education and training to the
persons willing to enter the profession of pharmacy. അപ്പം എല്ലാവർക്കും ഇന്ത്യയിൽ ഫാർമസി കോഴ്സ് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഒരേ സിലബസ് ആണ് അല്ലെ പഠിക്കാനുള്ളത്. ബി ഫാമിനോട് സിലബസ്, ഫാം ഡിക്ക് ഒരു സിലബസ്, ഡി ഫാമിനോട് സിലബസ്, എല്ലാവർക്കും ഓരോ സിലബസ് ഉണ്ട് അല്ലെ. അപ്പം ഓരോ കോഴ്സുകളും ഓരോ ജോലിയാണ് ഇന്റൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡി ഫാം ആണെങ്കിൽ നമ്മുടെ ജോലി എന്താണ്? ഇറ്റ് ഈസ് ടു ഡിസ്പെൻസ് മെഡിസിൻസ് അല്ലെ. ബി ഫാം ആണെങ്കിൽ നമ്മുടെ ജോലി എന്താണ്? ടു മാനുഫാക്ചർ മെഡിസിൻസ്. ഫാം ഡി ആണെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടു റൈറ്റ് ഫോർ പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഓരോ കോഴ്സിന്റെയും സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് ദ ഇന്ത്യ ഒരേ പാറ്റേണിലാണ്. ഇത് പഠിച്ചിറങ്ങുന്ന ആൾ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഫാർമസി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ റെഗുലേറ്റിംഗ് നമ്മുടെ പ്രൊഫഷന്റെ സ്റ്റാറ്റസ് എന്താണോ അത് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊവൈഡിങ് യൂണിഫോം എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കുക, അതേപോലെ ട്രെയിനിങ് കൊടുക്കുക. ഹു ആർ വില്ലിംഗ് ടു എൻ്റർ ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി പ്രൊഫഷൻ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് അവരുടെ ജോലി എന്താണ്? ഒരേപോലെയുള്ള എഡ്യൂക്കേഷനും ഒരേപോലെയുള്ള ട്രെയിനിങ്ങും കൊടുക്കുക. ഒരു മിനിറ്റ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ രണ്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഒന്ന്, ഫാർമസി പ്രൊഫഷനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം, അതിന്റെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യണം. ഫാർമസി പ്രൊഫഷനോട് വില്ലിംഗ് ഫുള്ളി വന്ന ആൾക്കാർക്ക് ഒരേപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുക. അതായത് ഇപ്പം 150 മണിക്കൂറാണ് ട്രെയിനിങ് പീരീഡ് പറയുന്നതെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും 150 മണിക്കൂർ തന്നെ ട്രെയിനിങ് എടുക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന സിലബസ് എല്ലാവരും അതേ സിലബസ് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് പറയുന്നത്. നെക്സ്റ്റ് വൺ, അപ്പം യൂണിഫോം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ദ പേഴ്സൺസ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ ദ പേഴ്സൺ എൻ്ററിങ് ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി. അതായത് ഫാർമസിസ്റ്റ് ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഈ എൻട്രി ചെയ്ത പേഴ്സണോട് നമ്മൾ പറയണം ഫാർമസി പ്രൊഫഷനിൽ എൻട്രി ചെയ്യുമ്പോൾ കുറച്ച് റൂളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫാർമസിസ്റ്റ് ആണ്, ഇന്ന കാര്യം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കാനായിട്ട് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് അവർക്ക് കൊടുക്കണം. കാരണം അവർക്കൊരു കൺട്രോൾ വേണം. ഈ കൺട്രോൾ വെക്കുന്നത് ആരാണ്? ഫാർമസി ആക്ട് 1948 ആണ് ഈ ഒരു കൺട്രോൾ നമുക്ക് മേളിൽ വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 3 പോയിന്റ് പറഞ്ഞു. സ്റ്റാറ്റസ് കൂട്ടണം, 2 ഒരേപോലത്തെ സിലബസ്, ഒരേപോലത്തെ ട്രെയിനിങ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അഭിന, മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താ? അഭിന, ഇതിലോട്ട് കടക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് നമ്മൾ കൺട്രോൾ വെക്കണം എന്ന് പറയുന്നത്? ഇപ്പൊ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് മെഡിസിൻസ് അല്ലെ, എല്ലാ ഫാർമസിയിലും ഉണ്ടാവും. ക്ലോബാസം അല്ലെങ്കിൽ ഇപ്പം ക്യൂറ്റിപിൻ, റിസർപൈൻ, ഇതൊക്കെ എല്ലാ ഫാർമസിയിലും ഉണ്ടാവും. പക്ഷെ വരുന്ന എല്ലാവർക്കും നമ്മൾ ആ മെഡിസിൻസ് കൊടുക്കുവോ? ഇല്ല. നമ്മൾ ഫാർമസിസ്റ്റ് ആണ്, നമുക്കറിയാം അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്. ആന്റി സൈക്കോട്ടിക് മെഡിസിൻസ് ഷെഡ്യൂൾ എക്സിൽ വരുന്ന മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഷെഡ്യൂൾ എച്ചിൽ വരുന്ന മെഡിസിൻസ് ആണ്. ഇത് നമ്മൾ ചുമ്മാ ഒരു പേഷ്യന്റിലേക്ക് കൊടുക്കാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് വേണം. ആ പ്രിസ്ക്രിപ്ഷനിലെ ഡേറ്റ് നോക്കുക. 1 മന്തിന്റെ ഉള്ളിലുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? We have to ask to the patient to refill the prescription അല്ലെ. പുതിയതായിട്ട് ഡേറ്റ് ഇട്ട് രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സീലോട് കൂടിയ പ്രിസ്ക്രിപ്ഷൻ പിന്നെയും കിട്ടിയാൽ മാത്രമേ ഷെഡ്യൂൾ എച്ച്, ഷെഡ്യൂൾ ജി, ഷെഡ്യൂൾ എച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോട്രോപിക് മെഡിസിൻസ് ഷെഡ്യൂൾ എക്സ് മുതലായിട്ടുള്ള എല്ലാ കാറ്റഗറിയിലുള്ള മെഡിസിൻസ് നമ്മൾ ആസ് എ ഫാർമസിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്താൽ കൊടുക്കുകയുള്ളൂ അല്ലെ. സോ ആ ഒരു കൺട്രോള് ഫാർമസിസ്റ്റിന്റെ മുകളിലും വേണം. ഏതെങ്കിലും ഫാർമസിസ്റ്റ്
ഒരു എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുമായിട്ടല്ല വരുന്നത്. സോ ഒരു വളരെ ജെനുവിൻ അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഫാർമസിയിലേക്ക് വരികയാണ്, അപ്പോ ഫാർമസിയിലുള്ള വരുന്ന പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഈ ഫാർമസിസ്റ്റ് ഗൈഡ് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ, when a patient is given with tetracycline, ആ പേഷ്യന്റിനോട് എന്ത് പറയണം? ഷുഡ് നോട്ട് ടേക്ക് മിൽക്ക്, അല്ലെ? പാൽ അതിന്റെ കൂടെ കുടിക്കാൻ പാടില്ല എന്നുള്ള പേഷ്യന്റ് കൗൺസിലിംഗ് ആരാ കൊടുക്കേണ്ടത്? ഡോക്ടറാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ ഫാർമസിസ്റ്റ് ആണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും മിതമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, എനിക്കറിയാലോ, അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ വാല്യൂ അറിയില്ല. ഇപ്പം എനിക്കിപ്പോ ഫാർമസിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മുടെ പ്രൊഫഷനെ ഡിഗ്രേഡ് ചെയ്യും. നമ്മള് ലൈക്ക് ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്, എന്റെ പ്രൊഫഷൻ ഇത്രയും ഇക്വലൻസി ഉണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ പോലും നമ്മളെ എപ്പോഴും ഒരു എന്താ പറയാ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഫാർമസി ഇരുന്ന് അവിടെ സെയിൽസിന് മരുന്നെടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ സെയിൽസിന് മരുന്നെടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു ഫാർമസിസ്റ്റിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ത്രൂ ദിസ് പേഷ്യന്റ് കൗൺസിലിംഗിലൂടെയാണ് നമുക്ക് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരാളായി മാറുന്നതും. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അത് പേഷ്യന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെ, പേഷ്യൻസിനോട്. അത് മാത്രമല്ല, ചില സമയം ഇപ്പൊ ഫാർമസിയിൽ നിൽക്കുന്ന ഒരാള് അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് ഈ മെഡിസിൻസ് അവൈലബിൾ ആക്കി ഇരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇത് മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നീഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനോ ഉള്ള ഒരു ശ്രമം ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രെയിൻഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ കൺട്രോൾ വെക്കണം. ഓക്കെ, ആ കൺട്രോൾ വെക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പറയുന്നത്? ഫാർമസി ആക്ട് ആണ് കൺട്രോൾ വെക്കുന്നത്. നാലാമത്തെ പോയിന്റ്, to constitute an Pharmacy Council of India for setting standard in pharmacy education. നമ്മൾ പറഞ്ഞു PCI ആണ് ഫാർമസി എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെ? സോ ഒരു MCQ അങ്ങനെ കണ്ടായിരുന്നു. ഇന്ത്യയിൽ ഫാർമസി എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആക്ട് ആണോ, PCI ആണോ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണോ, ഡ്രഗ് കൺട്രോളർ ആണോ എന്നൊക്കെ ഓപ്ഷൻസ് കണ്ടിരുന്നു. സോ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താ? വാട്ട് ഈസ് ദ ആൻസർ? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെയാണ് എഡ്യൂക്കേഷനിൽ മെയിൻ്റനൻസ് വരുന്നത്. പക്ഷേ ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കിട്ടുന്നത് ഈ ഫാർമസി ആക്ടിൽ നിന്നാണ്. ഇപ്പം നമ്മളിപ്പം ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബാർ കൗൺസിൽ ഉണ്ടാവും, അല്ലെ? പക്ഷെ ഇവർക്ക് എല്ലാം എന്താണ്? IPC പ്രകാരം ഇവർ സംസാരിക്കുക. എല്ലാം ആ ഒരു പർട്ടിക്കുലർ നിയമ പുസ്തകം വെച്ചിട്ടാണ്, അല്ലെ, അവരെല്ലാം മനസ്സിലാക്കുന്നതും എല്ലാം ഡീൽ ചെയ്യുന്നതും. നമുക്കും അതുപോലെ തന്നെയാണ്. ഫാർമസി ആക്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ഫാർമസി കൗൺസിൽ നടത്തിക്കൊണ്ട് പോകണം, എവിടെ റെഗുലേഷൻ വെക്കണം, എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആര്? PCI, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫാർമസി പ്രൊഫഷൻ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള സ്റ്റാൻഡേർഡ് നിർദ്ദേശിക്കുന്നത് ആരാണ്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശിക്കുന്നത് ഈ ഫാർമസി ആക്ട് ആണ്. ഓക്കെ, then to provide constitution and functions of state pharmacy council for registration of pharmacist. അതേപോലെ എല്ലാ ഫാർമസിസ്റ്റിന്റെയും പേര് രജിസ്റ്റർ ചെയ്യുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, അല്ലെ? ഓരോ സ്റ്റേറ്റ് കൗൺസിലും നമുക്ക് ഇപ്പം കർണാടകയിൽ എൻറോൾ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവർക്ക് കർണാടക രജിസ്ട്രേഷൻ ആയിരിക്കും കിട്ടുന്നത്. കേരള എൻറോൾ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് കേരള രജിസ്ട്രേഷൻ ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? സോ ഓരോ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനും അവരുടെ രജിസ്ട്രേഷന് വേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയറിലൂടെ ഓരോ പേഷ്യന്റും ഓരോ ഫാർമസിസ്റ്റും പോകും, എത്ര നാളെടുത്തത് റീന്യൂ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം ആരാ കൊടുക്കുക? ഫാർമസി ആക്ട് ആണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. ഇനി ലാസ്റ്റ് വൺ, to regulate the activity of pharmacist. ഫാർമസിസ്റ്റിന്റെ ആക്ടിവിറ്റി എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഫാർമസി ആക്ട് ആണ്. ഫാർമസിസ്റ്റിന്റെ ആക്ടിവിറ്റി നിയന്ത്രിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ വേണം, അതിന്റെ ഫങ്ഷൻസ്, ഫോർമാലിറ്റീസ് ഒക്കെ ലീഡ് ചെയ്യുന്നത്, ഫാർമസിസ്റ്റിൽ ഒരു കൺട്രോൾ ചെലുത്തുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള കോണാണ് ഫാർമസി ആക്ട് 1948. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി, വേഗം ഓഫ് ആക്കാം. ഒന്ന് വീഡിയോ ഓൺ ആക്കി, ഒന്ന് മ്യൂട്ട് ഒന്ന് മാറ്റിക്കോ, ഒന്ന് മിണ്ടിക്കേ എല്ലാരും ഒന്ന്.
എങ്ങനെയാ ജൂറിസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഏത് കോലത്തിലാണെങ്കിലും സാരില്ല, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫാർമസി ആക്ടിനെ പറ്റി ഞാൻ പറയാൻ, നിങ്ങൾ എന്റെ കൂടെ പറയാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ എഴുതിയിരിക്കുന്ന പോയിന്റുകളൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് തന്നെയാണോ ലെക്ചറിലും എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഫാർമസി ആക്ട് 1948 വന്നത്. ഫാർമസി ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി. ഓക്കെ, ഫാർമസി പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഫാർമസി ആക്ട്. ഇനി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം വന്നതാണ്? ഫാർമസി ആക്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വന്നത്. PCI, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയുന്നതാണ് PCI. എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് PCI റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ സിനാരിയോയില് കെയർ സിസ്റ്റത്തില് ഫാർമസിസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഫാർമസിസ്റ്റ് പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാണ്? ഈ ഫാർമസി ആക്ട് ആണ് അതിനുള്ള കാരണക്കാരൻ. ഇനി നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ്, 5 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ടു റേസ് ദ സ്റ്റാറ്റസ് ഓഫ് ഫാർമസിസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഫാർമസി പ്രൊഫഷൻ ഇൻ ഇന്ത്യ. 2, ഇന്ത്യയിലുള്ള ത്രൂ ഔട്ട് ദ കൺട്രി യൂണിഫോം എഡ്യൂക്കേഷൻ കൊടുക്കുക, യൂണിഫോം ട്രെയിനിങ് കൊടുക്കുക. രണ്ടാമത്തത് ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ എന്താണ്? ഫാർമസിസ്റ്റിന്റെ മുകളിൽ ഒരു കൺട്രോൾ വെക്കാനും ഫാർമസി ആക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾ ആരൊക്കെയാണ്, അതിന് എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറുകൾ ഉണ്ട് എന്നെല്ലാം പറയുന്നത് ആരാണ്? ഫാർമസി ആക്ട് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യാനും ഈ ഫാർമസി ആക്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫാർമസി ആക്ട് ഏകദേശം ക്ലിയർ ആയാലും ഇത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ ഭയങ്കര പുകിലായിട്ട് തോന്നും, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ അതിനെ പറ്റി പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് PCI പറ്റിട്ടാ. എന്താ PCI? എന്താ PCI? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, എത്ര വർഷം കൂടുമ്പോഴാ PCI റിന്യൂ ചെയ്യണേ? 5 വർഷം കൂടുമ്പോ PCI റിന്യൂ ചെയ്യും അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. PCI നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോക്കാം. ഓക്കെ, ഇൻ January 2015 the Pharmacy Council of India has published the new Pharmacy Practice Regulation 2015 to regulate pharmacy practice in India. Okay, so ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 2015 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് റെഗുലേഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും കേട്ടോ. So the drugs can be dispensed only by a qualified registered pharmacist. Okay, സോ ഒരു ഫാർമസിയിൽ നിന്ന് ഒരു ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യണമെങ്കിൽ അത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ബൈ എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. Then second one, registered pharmacist shall not give his registration certificate at more than one pharmacy. ഒരു ഫാർമസിയിൽ കൂടാതെ, അതായത് ഒന്നിൽ കൂടുതൽ ഫാർമസിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാ? ഏത് ഫാർമസിയിലാണോ നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം അല്ലെ. സോ എല്ലായിടത്തും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് തന്നെയായിരിക്കണം മെഡിസിൻസ് കൊടുക്കേണ്ടത്. 2, ഒരു ഫാർമസിയിൽ കൂടാതെ ഒന്നിൽ ിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ല. ഒറ്റൊരിടത്തേക്ക് മാത്രമേ നമ്മുടെ ഫാർമസി രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടുള്ളൂ. തേർഡ് വൺ, registered pharmacist shall also comply with the dress code by wearing white coat and apron with a badge displaying the name and registration number. നമ്മുടെ കോസ്റ്റ്യൂം എന്ത് ആയിക്കൊള്ളട്ടെ, either you can wear sari, either you can wear jeans or kurta, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രസ് ഇടാം. പക്ഷെ ഇറ്റ് ഈസ് മസ്റ്റ് യു ഷുഡ് വിയർ യുവർ ഏപ്രൺ അല്ലെ. നിങ്ങളുടെ കോട്ട് മസ്റ്റ് ആയിട്ട് വിയറണം. ആ കോട്ടില് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ പേരും അതിനകത്ത് വ്യക്തമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, every registered pharmacist shall dispense only those medicines as prescribed by the RMP. Registered medical practitioner prescribe ചെയ്ത മെഡിസിൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫാർമസിയിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ. Then every registered pharmacist shall maintain the medical അല്ലെങ്കിൽ prescription
റെക്കോർഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് മെഡിസിൻസ് വരാം. അങ്ങനെ സൈക്കോട്രോപിക് മെഡിസിൻസ് വരികയാണെങ്കിൽ അവരെ നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏത് രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നമ്പർ കിട്ടും, ആ നമ്പർ എടുത്ത് വെക്കുക, ആർക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതുക, പേഷ്യന്റിന്റെ പേര് എഴുതുക, എന്നാണ് എന്നുള്ളതും പുതുതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പേഷ്യന്റിന്റെ വയസ്സ്, ഡേറ്റ്, പേഷ്യന്റിന്റെ പ്രായം, ഏത് രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ പ്രിസ്ക്രൈബ് ചെയ്ത് എത്ര ഡോസിലാണ് പ്രിസ്ക്രൈബ് ചെയ്ത്, ഇതെല്ലാം നമ്മൾ എന്ത് വേണം, ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. Okay, has to pertaining to the patient for a period of 5 years from the date of commencement for the treatment. So ഈ റെക്കോർഡ് നമ്മളൊരു 5 വർഷത്തേക്ക് സൂക്ഷിക്കണം. നമ്മളൊരു ഫാർമസിയില് മെഡിസിൻസിന്റെ ബില്ല് പോലും നമ്മൾ എത്ര നാളത്തേക്ക് സൂക്ഷിച്ചാൽ മതി? എത്ര നാൾ സൂക്ഷിക്കണം ബില്ലൊക്കെ അറിയോ നിങ്ങൾക്ക്? 2 വർഷമാണോ 3 വർഷമാണോ? 2 to 3 അല്ലെ? പരമാവധി 3 വർഷം വരെ നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 5 ഇയേഴ്സിലേക്ക് സൂക്ഷിക്കണം. Then pharmacist should promote rational use of drug. Rational use of drug എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു പേഷ്യന്റ് പനിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ഒരു 136 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 100ന് മുകളിൽ പോയി, പേഷ്യന്റ് ചൂടുണ്ട്. സോ പേഷ്യന്റിൽ നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ് എന്തായിരിക്കും? ആന്റിബയോട്ടിക് കൊടുക്കുവോ? ഇല്ല. നിങ്ങൾ പകരം എന്ത് ചെയ്യും? ഒരു ആന്റിപൈററ്റിക് കൊടുക്കും അല്ലെ? പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാന്നുള്ളത്. നമ്മൾ സിംറ്റോമാറ്റിക് റിലീഫ് മാത്രമേ അപ്പൊ ചെയ്യുള്ളൂ. പേഷ്യന്റിന്റെ സിംറ്റംസ് എന്താണോ ആ സിംറ്റംസ് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ട് അണ്ടർലൈൻ കോസസ് നമ്മൾ നോക്കും അല്ലെ? ഇപ്പൊ കഫം ഉണ്ടെങ്കിൽ ആ കഫം എടുത്തിട്ട് ആ കഫത്തിൽ ഏത് ബാക്ടീരിയയുടെ പ്രസൻസ് ആണോ ഉള്ളത് ആ ബാക്ടീരിയയുടെ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നടത്തി ഏതൊക്കെ ബാക്ടീരിയയോട് റെസ്പോണ്ട് ചെയ്ത് നോക്കിയിട്ട് ആന്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ല. ബാക്കിയുള്ള കൺട്രീസിൽ അങ്ങനെയാണ്. ഒരു പൊതുവെ ഇപ്പൊ എന്റെ ചേച്ചി യു കെയിലാണ്. അപ്പൊ ചേച്ചിയോട് അവര് പനി വരുമ്പോ പറയുന്നത് ജസ്റ്റ് ടേക്ക് ടർമറിക് ആൻഡ് ഹണി. ഓക്കെ, ഒരു ചൂടുവെള്ളത്തിലേക്ക് തേൻ ഒഴിക്കുക, മഞ്ഞൾപ്പൊടി ഇടുക, ഒരു ഗ്ലാസ് 3 ടൈംസ് വെച്ചിട്ട് കുടിക്കുക. ദേ ഡു നോട്ട് ഹാവ് എനി പ്രിസ്ക്രിപ്ഷൻ ഫോർ പാരസെറ്റമോൾ, ആന്റിബയോട്ടിക് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? അല്ല. OTC ആയിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അസിത്രോമൈസിൻ ഈസി ആയിട്ട് പോയി വാങ്ങാൻ പറ്റും. 3 ഡേയ്സോ, പേഷ്യന്റിന് 2 ഡേയ്സ് മതിയെങ്കിൽ 2 ഡേയ്സോ ഇഷ്ടമുള്ള ദിവസം പേഷ്യന്റിന് കഴിക്കാം. ഒരാളും അത് റീചെക്ക് ചെയ്യാനും ഇല്ല, ഒരാളത് മോണിറ്റർ ചെയ്യാനും ഇല്ല അല്ലെ? സോ ഇതാണ് ഇന്ത്യൻ സിനാരിയോ. നമുക്ക് ഇന്ത്യൻ സിനാരിയോ കറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള അവബോധം വേണം അല്ലെ? ഏതൊരു പ്രിസ്ക്രിപ്ഷൻ കണ്ട അസിത്രോമൈസിൻ കണ്ടാലും അല്ലെങ്കിൽ അമോക്സിലിൻ കണ്ടാലും ക്ലാരിത്രോമൈസിൻ കണ്ടാലും നമ്മൾ എന്താ വേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഇൻഫോം ടു ദ പേഷ്യന്റ് ഇത് ആന്റിബയോട്ടിക് ആണ്, എപ്പോ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇത് കഴിക്കണ്ട എന്ന് തന്നെ പറയും അല്ലെ? സോ അങ്ങനെയുള്ള കുറെ റാഷണൽ യൂസ്, ഇന്ന അസുഖമാണെങ്കിൽ ഇന്ന മെഡിസിൻസ് ഇത്ര ഡോസ് എന്നുള്ള ഒരു സിനാരിയോയിലേക്ക് പോകണം. കറക്റ്റ് ഡോസ്, റാഷണൽ യൂസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡോസ് ഫോർ ദ റൈറ്റ് ഡിസീസ് ഫോർ ദ റൈറ്റ് പേഷ്യന്റ് അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് ഡ്യൂറേഷൻ. അതാണ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ മരുന്ന് കൃത്യമായ പേഷ്യന്റിന്റെ കൃത്യമായ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനോട് കൂടി കൊടുക്കുന്ന ഒരു സിനാരിയോനെയാണ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അതർ ഗൈഡ് ലൈൻ റിഗാർഡിംഗ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് ഫാർമേഴ്സ്. ഫാർമേഴ്സിന് എന്തൊക്കെയാണ് എത്തിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
ഹലോ, കേൾക്കുന്നുണ്ടോ? സോറി കേട്ടോ, ഞാൻ നമ്മളെ പുതിയ ബിൽഡിംഗിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വേറെ കടക്കാരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ ആയിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത്. സോറി. സോ നമ്മളിപ്പോ പറഞ്ഞത് എവിടം വരെയാണ്? അതർ ഗൈഡ്ലൈൻസ് റിഗാർഡിംഗ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് ഫാർമസിസ്റ്റ് അല്ലെ. ഫാർമസിസ്റ്റിന്റെ എത്തിക്സിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ വെക്കുന്നത്. ഇനി ദ സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സെൻട്രൽ കൗൺസിൽ, ദ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പം ആരാണ് ഫാർമസി കൗൺസിലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ആരാണ്? സ്റ്റേറ്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ്. അത് നിസ്സംശയം പറയാം അല്ലെ. കാരണം ഇന്ത്യയിലുള്ള മൊത്തം എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ചെയ്തത് ഫാർമസി കൗൺസിലാണ്. അപ്പം ഇന്ത്യയുടെ ഫുൾ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റിന് അത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ കൗൺസിൽ ആണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെൻട്രൽ കൗൺസിൽ എന്നാണ് മറ്റൊരു പേര് കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം ഞാൻ എവിടെയോ ഒരു MCQ കണ്ടു. ഇല്ല പ്രഭാകറിലാണോ ഓർമ്മയില്ല, അതോ എക്സാമിനാണോ ഓർമ്മയില്ല. സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത് ഏതിനെയാണ്? സ്റ്റേറ്റിനെയാണോ PCI ആണോ എന്നൊക്കെ വെച്ചാൽ അത് PCI ആണ് കേട്ടോ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ കൗൺസിൽ. ആൻഡ് PCI ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏത് വർഷമാണെന്ന് ഞാൻ പറഞ്ഞു. ഫാർമസി ആക്ട് കഴിഞ്ഞ് പിറ്റേ വർഷം 1949. ഓക്കെ, ഡേറ്റ് ശ്രദ്ധിച്ചോ. August 9 എന്നാണ്. August 9. The council consists of the following members. ഈ സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ആരൊക്കെ ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ പറയുന്ന ഏതിനെ പറ്റിയിട്ടാ ഒന്ന് പറഞ്ഞേ. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ലാഗ് കളിച്ച് സ്ലോ കളിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്. സ്റ്റേറ്റിനെ പറ്റി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത് ഇച്ചിരി ഡെപ്തിൽ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ്. ആരൊക്കെയുണ്ട്? ഇലക്ടഡ് മെമ്പർ ഉണ്ട്, നോമിനേറ്റഡ് മെമ്പർ ഉണ്ട്, എക്സ് ഒഫീഷ്യൽ മെമ്പർ ഉണ്ട് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക്. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ടഡ് മെമ്പറുകളെ പറ്റിയ, തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. 6 members including at least 1 teacher in pharmaceutical chemistry, pharmacology അല്ലെങ്കിൽ pharmacognosy on the teaching staff of an Indian university or an affiliated college granting a degree or diploma in pharmacy. These members are elected by the UGC. So ഇലക്ടഡ് മെമ്പറിനകത്ത് UGC ഇലക്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. 6 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. ഈ 6 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? These 6 members should be teachers. Okay, ഈ 6 മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാള്, 6 members including at least 1 should be a teacher. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയോ ഫാർമക്കോളജിയോ ഫാർമകോഗ്നോസിയോ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കണം. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ UGC അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ കയ്യിലുള്ള ഒരാളായിരിക്കണം. ഓക്കെ, ദെൻ ഈ മെമ്പേഴ്സിനെ, ഈ 6 മെമ്പേഴ്സിനെയും ഇലക്ട് ചെയ്യുന്നത് ആരുടെ ജോലിയാണ്? UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് UGC ആണ് ഇലക്ടഡ് മെമ്പറിനകത്ത് 6 മെമ്പേഴ്സിനെയും ഡിസൈഡ് ചെയ്യുന്നത്. ആ 6 മെമ്പറിനകത്ത് ഒരാള് ഈ പറയുന്ന പോലെ ടീച്ചർ ആയിരിക്കണം. ഇനി 1 member elected by the Medical Council of India from among its members. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ MCIക്ക് തിരഞ്ഞെടുക്കാം. Last one member who shall be a registered pharmacist to represent each state elected by state council from among its member. നമുക്കറിയാം ഓരോ സ്റ്റേറ്റ് കൗൺസിലും ഉണ്ട്. ആ ഓരോ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്നും ഒരു മെമ്പർ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം കേരളത്തിൽ നിന്ന് ഒരു മെമ്പറെ സെലക്ട് ചെയ്തു, കർണാടകയിൽ നിന്ന് ഒരു മെമ്പറെ സെലക്ട് ചെയ്തു, ദെൻ തമിഴ്നാട് ഒരു മെമ്പറെ സെലക്ട് ചെയ്തു, ദെൻ കാശ്മീരിൽ നിന്നൊരു മെമ്പറെ സെലക്ട് ചെയ്തു. ഇങ്ങനെ നമ്മൾക്കുള്ള എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു. ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ. ഈ സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ അകത്തുനിന്ന് ഒരാൾ. മനസ്സിലായോ?
മനസ്സിലായോ പറഞ്ഞേ? 1 member who shall be a registered pharmacist. സെലക്ട് ചെയ്യുന്ന ആൾ എന്തായാലും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം, കാരണം ഇയാളെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലാണ്. സോ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ടു റെപ്രസെന്റ് ഈച്ച് സ്റ്റേറ്റ് ഇലക്റ്റഡ് ബൈ സ്റ്റേറ്റ് കൗൺസിൽ ഫ്രം among its members. സോ സ്റ്റേറ്റ് കൗൺസിലിന്റെ അകത്തുള്ള മെമ്പർമാരിൽ നിന്ന് ഒരാൾ. ഓക്കെ, അപ്പം നമ്മളിപ്പോ മൊത്തം 8 പേരുടെ കാര്യം പറഞ്ഞു. 6 members സെലക്ടഡ് ബൈ ദ UGC. ആ 6 പേരിൽ ഒരാൾ ആരായിരിക്കണം? ഫാർമക്കോഗ്നോസിയോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ കോഗ്നോസിയോ കോളേജോ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. ഇവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കോളേജിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത ആളായിരിക്കണം. അതേപോലെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിരിക്കണം അവർ പഠിച്ചിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നായിരിക്കും രണ്ടാമത്തെ ആളെ നമ്മൾ ചൂസ് ചെയ്യുക. മൂന്നാമത്തെ ആൾ എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ് കൗൺസിലിന്റെ മെമ്പർമാരിൽ നിന്ന് ഒരാൾ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? എന്താ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇലക്ടഡ് മെമ്പേഴ്സിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഇലക്ടഡ് മെമ്പേഴ്സിനെ പറഞ്ഞു. അടുത്ത നമ്മള് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത പറയുന്ന ആരെയാണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ്. സോ 6 members including at least 4 persons possessing degree or diploma in pharmacy and engaged in the practice of pharmacy അല്ലെങ്കിൽ pharmaceutical chemistry nominated by the central government. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ അകത്തും ആര് വേണം? 6 മെമ്പേഴ്സ് വേണം. 6 മെമ്പേഴ്സിൽ 4 പേരും ആരായിരിക്കണം? ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ്. ഫാർമസി പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ നിൽക്കുന്ന ആളായിരിക്കണം. ആൻഡ് ദേ ഷുഡ് ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സോ ഇലക്ടഡ് മെമ്പറിനകത്ത് 6 പേരെ ആരായിരുന്നു സെലക്ട് ചെയ്യുന്നത്? UGC. എന്നാൽ നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും നോമിനേറ്റ് ചെയ്യുക. 6 പേരുണ്ടെങ്കിൽ 4 പേരും ആരായിരിക്കണം? They should possess ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ എൻഗേജ്. ഫാർമസിയിൽ ഡിഗ്രി ഉണ്ടായാൽ മാത്രം പോരാ, ആ ജോലിയിൽ തുടരുന്ന ആളുകളും ആയിരിക്കണം. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് രണ്ടാമത്തെ ആളെയാണ് ഞാൻ പറയുന്നത്. A representative each of UGC and All India Council for Technical Education, AICT എന്ന് കേട്ടിട്ടില്ലേ? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ അവരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവ്. സോ എ റെപ്രസെന്റേറ്റീവ് ഫ്രം UGC അല്ലെങ്കിൽ AICT. മൂന്നാമത്തത് 1 registered pharmacist to represent each state nominated by the state government അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. ഓരോ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി നോമിനേറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. ഓക്കെ, സോ നോമിനേറ്റ് മെമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു തരാം. 6 മെമ്പേഴ്സ്, അതിന്റെ അകത്ത് 4 പേര് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ആളായിരിക്കണം. അവരെ സെലക്ട് ചെയ്ത് വിടുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. പിന്നീട് നമ്മൾ പറഞ്ഞത് UGC അല്ലെങ്കിൽ AICT ആണ്, അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ്. ലാസ്റ്റ് 1 രജിസ്റ്റേർഡ് മെമ്പർ ഫ്രം ഈച്ച് സ്റ്റേറ്റ് കൗൺസിൽ. ഓരോ സ്റ്റേറ്റ് കൗൺസിലും അവരുടെ ഒരു മെമ്പറിനെ, ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്രയുമായിരിക്കും നോമിനേറ്റ് മെമ്പേഴ്സ്. സെൻട്രൽ ഗവൺമെന്റും അതേപോലെ UGCയും AICTയും സ്റ്റേറ്റ് കൗൺസിലും ഒക്കെ, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ഒക്കെ ഓരോ ആൾക്കാരെ വിടുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഏരിയ ആണ് കേട്ടോ. എക്സ് ഒഫീഷ്യോയ്ക്കകത്ത് ഡയറക്ടർ DG ഓഫ് ഹെൽത്ത് സയൻസ്, then ഡയറക്ടർ ഓഫ് CDL, then ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഈ 3 ആൾക്കാരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, സോ ആരാണ്? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, then ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സയൻസും ഡയറക്ടർ ഓഫ് CDL സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. ഇവര് 3 പേരുമാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ,
ഞാനേ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് തന്നിട്ടേ ഇതിനാ എന്റെ അടുത്തൊരു ഷോർട്ട് നോട്ട് ഉണ്ട്. ഞാൻ കുറച്ച് വരച്ച് പഠിച്ചതാണ്, എന്നാലും ഐ തിങ്ക് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇല്ലെങ്കിൽ അതിന്റെ PDF എന്റെ കയ്യിലുണ്ട്, ഞാൻ PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഫോട്ടോ ഇടുന്നതിനേക്കാൾ PDF ഹെൽപ്പ് ആയിരിക്കും. PDF ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ഇപ്പം ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി if the ex officio member under C, A and B, അതായത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്റെ അകത്ത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസും ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ they can authorize a person each in writing to attend the meeting. അതായത് ഇപ്പം ഹെൽത്ത് സയൻസും അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിലുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഡയറക്ടർ ഉണ്ടല്ലോ, ഈ ഡയറക്ടർക്ക് ഇവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യക്ക് ഇല്ല, ബാക്കി രണ്ടാൾക്കാർക്കും കേട്ടോ. ദെൻ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഫങ്ഷൻസും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് അവിടെ നിൽക്കണം. ഓക്കെ, ഈ ഫങ്ഷൻസും കൂടെ ഞാൻ പറയാം. ഫങ്ഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഷെഡ്യൂൾ ആണ്. ഓക്കെ, ഒരേ സാധനം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പ് വരും. സോ അതുകൊണ്ട് ഇത് ഇത്രയും ഫങ്ഷൻസും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഞാൻ ഷെഡ്യൂൾസ് പറഞ്ഞുതരാം. ഒരു ട്രിക്ക് വെച്ചിട്ട് ഞാൻ ഷെഡ്യൂൾ പറഞ്ഞുതരാം കേട്ടോ. സോ ഫങ്ഷൻ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. The main function of pharmacy council എന്ന് പറയുന്നത് to prescribe minimum standard of education required as a pharmacist. ഒരു ഫാർമസിസ്റ്റ് ആകാൻ വേണ്ടുന്ന മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? Drafting education of regulation to be fulfilled by the institution for the approval for imparting education in pharmacy. അതായത് പുതുതായിട്ട് ഒരു ഫാർമസി കോളേജ് നിർമ്മിച്ചു, അതില് ഫാർമസിസ്റ്റിനെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഫാർമസി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എന്തൊക്കെ റെഗുലേഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്? PCI ആണ്. ഓക്കെ, then to provide uniform implementation of educational standard throughout the country. ഈ കൺട്രിയിൽ ഉടനീളം ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആരെ സഹായിക്കുന്നുണ്ട്? PCI. then ഇൻസ്പെക്ഷൻ ഓഫ് ഫാർമസി ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ആലോചിക്കാൻ, പുതുതായിട്ടുള്ള ഒരു ഫാർമസി ഉണ്ടാക്കി ആ ഫാർമസി ഇൻസ്പെക്ട് ചെയ്യാൻ റെഗുലേഷൻസ് വെക്കാനൊക്കെ ആരാണ്? PCI, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്കാണ് ഉത്തരവാദിത്തം. ടു റെക്കഗ്നൈസ് ദ കോഴ്സ് ഓഫ് സ്റ്റഡി ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് എത്ര നാള് പഠിക്കണം, എപ്പോൾ എക്സാം എഴുതണം, എന്തൊക്കെ എക്സാം എഴുതണം, PCI ആണ്. To withdraw approval if institution does not confirm educational standard. അതായത് ഒരിക്കൽ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ കിട്ടി, കുറച്ച് നാള് കഴിഞ്ഞിട്ട് വീണ്ടും 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അവിടെ ഇൻസ്പെക്ഷൻ വരും. ആ ഇൻസ്പെക്ഷൻ വരുന്ന സമയം പ്രോപ്പർ ആയിട്ടല്ല പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള അംഗീകാരം എടുത്തു കളയാൻ സാധിക്കും. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഫാർമസി കോളേജിൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ എന്താ പറയാ, ലൈബ്രറി ഒക്കെ അടിപൊളിയാവും, റൂംസ് ഒക്കെ അടിപൊളിയാവും, സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു അപ്രൂവൽ പോകാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ വെറുതെ ആയിരിക്കും, ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷെ റെഗുലേഷൻസിന്റെ സമയം നമുക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും അല്ലെ. നെക്സ്റ്റ് വൺ, ടു അപ്രൂവ് ക്വാളിഫിക്കേഷൻസ് ഗ്രാൻഡഡ് ഔട്ട്സൈഡ് ദ ടെറിട്ടറീസ് ടു വിച്ച് ദ ഫാർമസി ആക്ട് എക്സ്റ്റെൻഡ് ദ അപ്രൂവൽ ഓഫ് ഫോറിൻ ക്വാളിഫിക്കേഷൻസ്. അതായത് ഇപ്പം ഒരു ഫോറിൻ കൺട്രിയിൽ നമുക്ക് ഒരു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കാനഡയുടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, കാനഡ മൈഗ്രേഷന് വേണ്ടിയിട്ട്. അത് കാനഡയിൽ പോയി ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഫാർമസി കൗൺസിൽ കനേഡിയൻ ഫാർമസിയിലേക്ക് ഞാൻ ഇന്നതാണ് പഠിച്ചത്, ഇന്ന കോളേജിലാണ് പഠിച്ചത്, ഇത്ര നാള് പഠിച്ചിരുന്നു, ഇന്ന ഇയർ ആണ് ഗ്രാജുവേറ്റഡ് ആയത് എന്ന് ഇവിടുത്തെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വേറൊരു കൺട്രിയിലേക്ക് ഒരു ലെറ്റർ, ഓക്കെ, അപ്രൂവൽ, ഇപ്പോഴും അതിന്റെ ഒരു ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് സബ്മിറ്റ് ചെയ്തത്. അതുണ്ടെങ്കിൽ മാത്രമേ ആ കൺട്രിയിൽ നമ്മൾ വാലിഡ് ആയിട്ട് ഇവിടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു അപ്രൂവൽ, ഒരു ക്വാളിഫിക്കേഷൻ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ടു കമ്പൈൽ ആൻഡ് മെയിൻറ്റെയിൻ സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഫാർമസിസ്റ്റിന്റെ സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് PCIക്കാണ് റോള്. മനസ്സിലായല്ലോ? ഒത്തിരി ഡ്രൈ സബ്ജക്റ്റ് ആണ്, നമുക്ക് പരമാവധി ഇത് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സാധനം തന്നെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫാർമസി ആക്ടും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഏതൊക്കെ മെമ്പേഴ്സ് വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നാളെ ഞാൻ സെൻട്രൽ കൗൺസിൽ പറയാം. സെൻട്രൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏതാ?
ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെയാണ് അല്ലെ സെൻട്രൽ കൗൺസിൽ. അപ്പോ അത് നമുക്ക് നാളെ ബാക്കി നോക്കാം. നമുക്ക് ഇപ്പോ നോക്കേണ്ടത് ഷെഡ്യൂൾസ് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഷെഡ്യൂൾസ് അറിയോ? ഷെഡ്യൂൾസ് അറിയാമോ? ചെറുതായിട്ട് കുറച്ചൊക്കെ അറിയാം. ഷെഡ്യൂൾ എച്ച് എന്തായാലും അറിയായിരിക്കും അല്ലെ? ഓക്കെ, ലെറ്റ് മീ ഡിസ്കസ്. പ്രധാനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷെഡ്യൂൾ എന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ ബുക്കിന്റെ ഒന്നും പരുവം കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. ഈ ഒരു കോലത്തിലായിട്ടുണ്ട് നോട്ട്സ് എഴുതി പിടിച്ചു. എനിക്ക് ഇത്തിരി ഒരു അലഫറ സ്വഭാവം കൂടുതല. ഭയങ്കര ഓർഡർ ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ബുക്കിനെയൊക്കെ ഇട്ട് ഉപദ്രവിക്കും. ഇതാണ് എന്റെ ബുക്കൊക്കെ ഈ പരുവത്തിൽ. നിങ്ങളൊന്നും ബുക്കൊന്നും ഇങ്ങനെ സൂക്ഷിക്കരുത്. ട്രീറ്റ് ദം ആസ് ഗോഡ്. ഓക്കെ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ബുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കാം. എപ്പോഴും ഓർമ്മകളും ഉണ്ടാവും. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ആ ബുക്ക് കണ്ട് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ എന്റെ മോൾ എന്റെ ബുക്കുകൾ ചവിട്ടോ, എന്റെ ബുക്ക് കീറോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. എനിക്ക് ബുക്സ് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ, സോ നമുക്ക് ഷെഡ്യൂൾസ് നോക്കാം കേട്ടോ. ഷെഡ്യൂൾ എ അറിയാം. ഷെഡ്യൂൾ എ മുതൽ ഇസഡ് വരെ ഷെഡ്യൂളുകളുണ്ട്. പക്ഷെ നമുക്കിപ്പോ വൈ വരെയുള്ള ഷെഡ്യൂളേ ഉള്ളൂ. ബാക്കിയുള്ള ഷെഡ്യൂളൊക്കെ എവിടെ പോയി? എടുത്ത് മാറ്റിയിരിക്കുന്നു കേട്ടോ. സോ ഫസ്റ്റ് വൺ ഷെഡ്യൂൾ എ. എല്ലാരും അവനവന്റെ ഷോർട്ട് നോട്ട് എടുക്കുക. ഷെഡ്യൂൾസ് എന്ന ഹെഡിങ് കൊടുക്കുക. ഷെഡ്യൂൾസ് പഠിക്കാതെ ജൂസ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഷെഡ്യൂൾസ് എടുക്കുക. എടുത്തോ, ബുക്ക് എടുത്തോ. ഷെഡ്യൂൾ എ ആണ് പറയുന്നത്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോംസ് ഫോർ ആപ്ലിക്കേഷൻ to procure license, renewal of license and for other activities. അതായത് ആപ്ലിക്കേഷൻ ആണ് ഷെഡ്യൂൾ എക്കകത്ത് പറയുന്നത്. സോ ഷെഡ്യൂൾ എക്കകത്തും എ ഉണ്ട്, ആപ്ലിക്കേഷനിലും എ ഉണ്ട്. അപ്പം ഷെഡ്യൂൾ എ അവിടെ ക്ലൂ ആയിട്ട് വെക്കുക ആപ്ലിക്കേഷൻ. സോ ഒരു ലൈസൻസ് കിട്ടാനും ലൈസൻസ് റീന്യൂ ചെയ്യാനും മറ്റ് ആക്ടിവിറ്റിക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോംസ് കിട്ടുന്നതാണ് ഷെഡ്യൂൾ എക്കകത്ത് പറയുന്നത്. ഓക്കെ, സോ ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഷെഡ്യൂൾ എ ഈസ് ആപ്ലിക്കേഷൻ ഫോം. അടുത്തത് ഷെഡ്യൂൾ ബി. ഷെഡ്യൂൾ ബി എന്താണ്? ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ ഫീസ് ആണ് കേട്ടോ. നമ്മൾ ഓരോ ലാബ് ടെസ്റ്റിനും ഓരോ അനാലിസിസിനും എത്ര ഫീസ് മേടിക്കണം എന്നുള്ളതാണ് ഷെഡ്യൂൾ ബിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ റേറ്റ്സ് ഓഫ് ഫീസ് ചാർജ്ഡ് ഫോർ അനാലിസിസ് ബൈ COL അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യണം. അതിന്റെ ഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ബി. അപ്പൊ ഷെഡ്യൂൾ എ എന്താണ്? ആപ്ലിക്കേഷൻ ഫോം. ഷെഡ്യൂൾ ബി എന്താണ്? ഫീസ് ഫോർ പർട്ടിക്കുലർ ടെസ്റ്റുകൾ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഷെഡ്യൂൾ സി വരുന്നുണ്ട്. ഷെഡ്യൂൾ സിക്കകത്ത് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ ഷെഡ്യൂൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ സി ലിസ്റ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിൻസ്, വാക്സിൻസ്, സേറ, ടോക്സിൻസ്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ ഒക്കെ കാര്യങ്ങളായിരിക്കും ഷെഡ്യൂൾ സിക്കകത്ത് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ലിസ്റ്റ് ഓഫ് അതർ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ. സോ ഒന്നുമില്ല, ഷെഡ്യൂൾ സി എന്നുള്ളപ്പോ നിങ്ങൾ അപ്പൊ തന്നെ എഴുതുക ബയോളജിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കും. ഓക്കെ, ഇനി സി ഉണ്ട്, C1 ഉണ്ട്. C1 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് സ്പെഷ്യൽ പ്രോഡക്റ്റ്. ഡിഗോക്സിന്, ഡിജിറ്റോക്സിന് അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, CCF കാർഡിയോ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ഇല്ലേ, അവരെയൊക്കെ നമ്മൾ ഷെഡ്യൂൾ C1-നകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ സി എന്ന് പറയുന്നത് ബയോളജിക്കൽ ഏജൻസ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷെഡ്യൂൾ ഡി. ഷെഡ്യൂൾ ഡി എന്താണ്? ഷെഡ്യൂൾ ഡി
ക്ലാസ് ഓഫ് ഡ്രഗ് എക്സ്റ്റെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്സെപ്ഷൻ. നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. DI ഡ്രഗ് ഇൻസ്പെക്ടർ എന്നുള്ള ക്ലൂ ഇട്ട് വെക്കും. DI എന്ന് വെച്ചാൽ ഡ്രഗ്സ് ഇമ്പോർട്ട്. D സ്റ്റാൻഡ്സ് ഫോർ ഡ്രഗ്, I സ്റ്റാൻഡ്സ് ഫോർ ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗുകളാണ് ഷെഡ്യൂൾ ഡിക്കകത്ത് വരുന്നത്. ഓക്കെ, സോ ഷെഡ്യൂൾ ഡി എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് ഡ്രഗ് എക്സ്റ്റെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്സെപ്ഷൻസ്. മാറ്റി നിർത്തിപ്പെട്ടിരിക്കുന്ന ഡ്രഗുകൾ, ഡ്രഗ് ഇമ്പോർട്ടിൽ നിന്ന് മാറ്റി നിർത്തിപ്പെട്ടിരിക്കുന്ന ഡ്രഗുകളാണ് ഷെഡ്യൂൾ ഡിക്കകത്ത് വരുന്നത്. ഇനി ഷെഡ്യൂൾ D1 ഉണ്ട്, D2 ഉണ്ട്. ഓക്കെ, D1നകത്ത് പറയുന്നത് അണ്ടർടേക്കിംഗ് ഓഫ് ദ മാനുഫാക്ചറർ അല്ലെങ്കിൽ authorized agent required to be submitted along with application form for obtaining a registration certificate. അപ്പൊ മാനുഫാക്ചറർ ആ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അതിന്റെ കൂടെ വെക്കുന്ന ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ഡി. ഷെഡ്യൂൾ D2 എന്ന് പറഞ്ഞാലോ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഒരു ബൾക്ക് ഡ്രഗ്, ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബൾക്ക് ഡ്രഗ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഷെഡ്യൂൾ D2 എന്ന് പറയുന്നത്. എനിവേ ഷെഡ്യൂൾ ഡി എന്ന് പറയുന്ന എന്താണ്, ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗുകൾ. DI എന്ന് ക്ലൂ എഴുതി വെക്കുക. ഡ്രഗ് ഇൻസ്പെക്ടർ, ഡ്രഗ് എക്സംപ്റ്റഡ് ഫ്രം ഇമ്പോർട്ട്. ഓക്കെ, ഇനി അടുത്ത ഷെഡ്യൂൾ ഇ. ഷെഡ്യൂൾ ഇ എന്ന് പറയുന്നത് ഇവിൽ എന്ന് ക്ലൂ എഴുതി വെക്കുക. EVIL. ഇവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോക്സിക് അല്ലെങ്കിൽ പോയിസണസ് അല്ലെ. അപ്പൊ സിദ്ധ, യുനാനി, ആയുർവേദം പോലെയുള്ള സിസ്റ്റത്തില് ഏതെങ്കിലും ഒക്കെ സാധനങ്ങൾ പോയിസണസ് ആണെങ്കിൽ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിസ്റ്റ് ആണ് ഷെഡ്യൂൾ ഇക്കകത്ത് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസ് അണ്ടർ ആയുർവേദിക്, സിദ്ധ അല്ലെങ്കിൽ യുനാനി മെഡിസിൻസ്. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ ഇക്കകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഷെഡ്യൂൾ എഫ് ആണ്. എന്തോ എന്തേലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, സോ ഷെഡ്യൂൾ ഇ വരെ നമ്മൾ പറഞ്ഞു. ലിസ്റ്റ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസ് അണ്ടർ ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും വരെ പഠിക്കാം. ദിവസവും കുറച്ചുപേർക്ക് ഷെഡ്യൂൾസ് പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ വരെ പറഞ്ഞു. ഷെഡ്യൂൾ എ എന്താണ്, ത്രൂ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് നമുക്കൊരു ലൈസൻസ് കിട്ടാനോ പുതുക്കാനോ റിന്യൂവലോ എന്തും ആയിക്കോട്ടെ അതിന്റെ ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ എ. ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീസ് ആണ് കേട്ടോ. സോ റേറ്റ് ഓഫ് ഫീസ്, ഓരോ ഡ്രഗ് ലബോറട്ടറിയിലായിക്കോട്ടെ എന്ത് പ്രൊസീജിയർ ചെയ്യാനും ഇത്രയാണ് അതിന്റെ ഫീസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ ബി. ഷെഡ്യൂൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് സ്പെഷ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ് ഷെഡ്യൂൾ സി. ഷെഡ്യൂൾ ഡി എന്താണ്, ഡ്രഗ് എക്സ്റ്റംപ്റ്റഡ് ഫ്രം ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ് ആണ് ഷെഡ്യൂൾ ഡിക്കകത്ത് വരുന്നത്. ഇനി ഇവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾ ഇ ആണ്. ഇവിൽ എന്ന് പറയുന്ന ക്ലൂ എവിടെയാണ് വരുന്നത്, ഷെഡ്യൂൾ ഇ. സിദ്ധ, ആയുർവേദ, യുനാനി പോലെയുള്ള സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം മരുന്നുകളുടെ ഒരു ലിസ്റ്റിനെയാണ് നമ്മളെ ഷെഡ്യൂൾ ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷെഡ്യൂൾ ഇ വരെ ABCDE വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് F മുതൽ പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് പഠിച്ചാൽ മതി, പയ്യെ തിന്നാൽ നമുക്ക് പനിയും തിന്നാം. ഓക്കെ, സോ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, പല കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ കുറെ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, ഞാന് ഫോറൻസിക് ഫാർമസി. നമ്മൾ നേരത്തെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, ഫാർമസി ആക്ടിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, അതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫോറൻസിക് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ, ഫോറൻസിക് ഫാർമസി നമ്മൾ ഇത് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫോറൻസിക് ഫാർമസി. അത് എവിടുന്ന് ഡിറൈവ് ചെയ്യുന്നൊരു ചോദ്യം ഞാൻ കണ്ടിരുന്നു. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ്. ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഫോറം എന്നാണ്. എന്താണ് മീനിങ്, ഫോറം, വിച്ച് സിഗ്നിഫൈസ് എ പബ്ലിക് പ്ലേസ്, മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് അസംബ്ലി ഫോർ ജുഡീഷ്യൽ അല്ലെങ്കിൽ അതർ ബിസിനസ് ആക്ടിവിറ്റി. നിയമപരമായ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനോ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നതിനെയാണ് ലാറ്റിനില് ഫോറം എന്നുള്ള, ഫോറം മാൾ
ക്ലൂ ഇട്ട് ആലോചിക്കാമല്ലോ. ഫോറം ആണെന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലം. സോ ലാറ്റിന് ഫോറം എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഫോറൻസിക്കിന് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ആക്ട് ആൻഡ് റൂൾ ഗവേണിംഗ് ദി ഇമ്പോർട്ട്, മാനുഫാക്ചറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഡ്രഗ്സ്. സോ ഫോറൻസിക് ഫാർമസി അല്ലെങ്കിൽ ജൂറിസിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ട്, റൂള് എന്നിവയൊക്കെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ട്, മാനുഫാക്ചറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബിസിനസിനെ പറ്റിയുള്ളതാണ് നമ്മൾ ഫോറൻസിക് ഫാർമസിക്ക് അത് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊവൈഡ് നോളജ് അബൌട്ട് വേരിയസ് ലോസ് റിലേറ്റിംഗ് ടു ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്സ്. ഈ ഫാർമസി പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോളജും അതേ സംബന്ധിച്ച് ഇതിന്റെ നിയമങ്ങളും എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നത് ഫോറൻസിക് ഫാർമസിയാണ് കേട്ടോ. ഇനി കുറച്ച് കമ്മിറ്റികളെ പറ്റി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആർ.എൻ. ചോപ്ര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ദെൻ ഷ്രോഫ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കമ്മിറ്റീസും പറയാനുണ്ട്. അപ്പം ഇത്രയും ഈ 3 കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക. ഫോറൻസിക് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ഫോറം എന്നുള്ള വേർഡിൽ നിന്ന് കിട്ടിയതാണ്. ഫോറത്തിന്റെ മീനിങ് എന്താ? ജുഡീഷ്യലോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിക്കോ വേണ്ടിയിട്ട് ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറം എന്ന് പറയുന്നത്. മെയിൻലി ഫോറൻസിക് ഫാർമസിന്റെ ഉപയോഗം ഇത്രയേ ഉള്ളൂ. ഡ്രഗിന്റെ പരിപാടികളെല്ലാം ഇമ്പോർട്ട്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇതിനെല്ലാം ഒരു കൺട്രോൾ വരുത്തുക, അല്ലെങ്കിൽ അതിൽ കുറച്ച് നിയമങ്ങൾ, ആക്ടുകളും റൂളുകളും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ നിയമം റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗിന്റെ നിയമത്തെ പറ്റിയിട്ട് കൂടെ നമ്മളെ അവെയർ ആക്കുക. അതാണ് ഫോറൻസിക് ഫാർമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ജൂറിസിനെ സംബന്ധിച്ച് ഒരുപാട് ദിവസം എടുത്ത് മാത്രമേ ജൂറിസ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ പരമാവധി സഹകരിക്കുക. ജൂറിസ് ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആണെന്ന് തോന്നും, പക്ഷെ നമുക്ക് എളുപ്പം ജൂറിസ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 MCQ ചെയ്താലോ? MCQ ഞാൻ വെറുതെ ചോദിക്കുവാണേ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റുന്നത് പറഞ്ഞു. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എവറി എത്ര ഇയേഴ്സ്? 49. ക്വസ്റ്റ്യൻ നമ്പർ 49 ആണ് നമ്മുടെ ആ ഒരു ഞാൻ നാളെ ഇടാൻ പോകുന്ന ബുക്കിലേക്ക്. ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 49 ആണോ പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോഴാ ഗോപിക? സോറി, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ വേണ്ട, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എത്ര വർഷം കൂടുമ്പോഴാ ഗോപിക? 5 years. 5 years. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ പഠിക്കാനിരിക്കുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. Which of the following is not an ex officio member in State Pharmacy Council? സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ അല്ല വേണ്ട, PCIയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആൻഡ് ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഗവൺമെന്റ് അനലിസ്റ്റ്. ഏതാണ് ഉത്തരം? സുപ്രിയ, ഉത്തരം. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാന്ന ചോദ്യം. അറിയാമോ? ഗവൺമെന്റ് അനലിസ്റ്റ്. വെരി ഗുഡ്, ഗവൺമെന്റ് അനലിസ്റ്റ്. ഓക്കെ, then Pharmacy Act was passed in the year. Question. 1948. 1949 Pharmacy Council of India വന്നു കേട്ടോ. Then okay, one question. Pharmacy Act passed in which year എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഏത് ഡേറ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1948 ആണെന്ന് നമുക്കറിയാം. 1948 ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഉത്തരം അറിയാമോ? ഞാനൊന്ന് നോക്കട്ടെ. 4th March 1948 കേട്ടോ. 4 മാർച്ച് 4 1948 ആണ് ഉത്തരം. ഓക്കെ, 1948 മാർച്ച് 4th. ഓക്കെ, കണ്ടോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുതിയൊരു ചോദ്യവും പുതിയൊരു ഉത്തരവും നമുക്ക് കിട്ടിയില്ലേ? ടോട്ടൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇൻ PCI പറയൂ. 3 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ടോട്ടൽ 3. വേണ്ട വേണ്ട.
ഇനിയുള്ളതൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നു. കുറേ ഉണ്ട് ചോദ്യങ്ങൾ, നല്ല ഭംഗിയുള്ള, നല്ല ഉത്തരം എഴുതാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. മെയിൻ്റനൻസ് ഓഫ് സെൻട്രൽ രജിസ്റ്ററീസ് ബൈ. മെയിൻ്റനൻസ് ഓഫ് സെൻട്രൽ രജിസ്റ്ററീസ് ബൈ ആരാ? CCI, സെൻട്രൽ രജിസ്റ്റർ അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെയാ കേട്ടോ. ഓക്കെ, മതി. ബാക്കി നമുക്ക് PCIയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ കിടക്കുമോ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് MCQ അറ്റൻഡ് ചെയ്താൽ മതി, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ദെൻ വേറെന്താ, DSBM സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്, പക്ഷെ തീരില്ല, തുടങ്ങി കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ തീരത്തില്ല. നാളെ സ്റ്റാർട്ട് ചെയ്യാം DSBM കേട്ടോ. നാളെ മുതൽ ഞാൻ രാവിലെ ജൂറിസ് എടുക്കും നാളെ കേട്ടോ. MCQ അവിടെ പെൻഡിങ് നിൽക്കട്ടെ. ഫാർമക്കോളജിന്റെ MCQ ഒരു 15-20 മിനിറ്റോ ഫാർമക്കോളജിയുടെ MCQ എടുത്തിട്ട് പിന്നെ ഞാൻ ജൂറിസ് ആയിരിക്കും എടുക്കുന്നത്. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം അറിയാലോ, ഇന്നിപ്പോ ഡേറ്റ് എത്രയാ? 16. അപ്പൊ എന്നാ പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എത്രയാ? 20. അപ്പൊ 20. അപ്പൊ ജൂൺ 20ന്റെ ഉള്ളിൽ ഇത് തീർക്കണം. ഓക്കെ, അപ്പം ജൂൺ 20ന്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് ഒന്നും മാത്രമല്ല, എക്സ്ട്രാ എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അപ്പം ഒരു വട്ടം മൊത്തം പഠിച്ച് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി. ബൈ. നാളെ മോർണിംഗ് ജൂറിസ് ആണേ. ഓക്കെ.